അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് നമ്മൾ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പണിഷ്മെന്റ് എന്താന്നുള്ളത് നമുക്ക് വിശുദ്ധ ഖുറാനിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അധ്യായം 17 സൂറ അൽ ഇസ്രായിലെ 96, 97, 98. നീ പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു മതി. തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു. ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. നമുക്ക് ചുറ്റിലും സൃഷ്ടാവ് വലയം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ കാര്യം അതുവഴി അറിയുന്നുണ്ട്, നമ്മളെ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അള്ളാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് നേർമാർഗം പ്രാപിച്ചവർ. അവൻ ആരെ ദുർമാർഗത്തിലാക്കുന്നുവോ അവന് പുറമെ രക്ഷാധികാരികളെ ഒന്നും നീ കണ്ടെത്തുന്നതേയല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുഖം നിലത്ത് കുത്തിയവരായിക്കൊണ്ടും അന്ധരും ഊമരും ബധിരതരുമായിക്കൊണ്ട് നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവരുടെ സങ്കേതം നരകമത്രേ. അത് അണഞ്ഞു പോകുമ്പോഴെല്ലാം നാം അവർക്ക് ജോല കൂട്ടിക്കൊടുക്കുന്നതാണ്. നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കെ കേൾവിയും കാഴ്ചയും സംസാരശേഷിയും തന്നിട്ട് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശേഷം പിന്നീട് നമുക്ക് ഈ കഴിവുകളൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മളെ മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ വേറെ പണിഷ്മെന്റ് നമുക്ക് വേണ്ടി വരില്ല. എന്നാൽ അതിന് പുറമേയുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അഗ്നി കെട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിന് ജ്വാല കൂട്ടിക്കൊടുക്കുമെന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയും ശിക്ഷ അള്ളാഹു നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ അവരെന്ത് തെറ്റാണ് അവിടെ ചെയ്തതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതിനും ഞങ്ങൾ എല്ലുകളും ജീർണാവശിഷ്ടങ്ങളും ആയി കഴിഞ്ഞിട്ടാണോ പുതിയൊരു സൃഷ്ടിയായി ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് അവർ പറഞ്ഞതിനും അവർക്കുള്ള പ്രതിഫലം അത്രേ അത്. ഇപ്പോ പുനരുദ്ധാരണത്തെ നിഷേധിച്ച കാരണത്താലും അതേപോലെ അള്ളാന്റെ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് അത് നിഷേധിച്ച കാരണത്താലുമാണ് അവർക്ക് ഈ ഒരു ശിക്ഷയെ പറ്റിയിട്ട് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ തൊട്ടു മുന്നേ പറയുന്നത് എന്താ, നമ്മളെ ചുറ്റിലും സൃഷ്ടാവ് വലയം ചെയ്യുന്നത് എല്ലാ കാര്യം അറിയുന്നുണ്ട്.